നമസ്കാരം. വൻ സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എങ്ങനെയെന്നല്ലേ? സ്വർണ്ണക്കടത്തിലൂടെ. ഇറക്കുമതി തീരുവയിൽ വലിയ തോതിലുള്ള കുറവ് വരുത്തിയിട്ടും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 1319 കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കിയപ്പോൾ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി വഴി കരമാർഗം സ്വർണ്ണ കടത്തുന്നതിൽ വലിയ വർധനവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് പകരമായി സ്വർണം കടത്തുന്നത് വലിയ തോതിൽ വർദ്ധിച്ചു. ഇരു രാജ്യങ്ങളിലെ വിലയിലെ വ്യത്യാസവും കയറ്റുമതി നിയന്ത്രണങ്ങളുമാണ് കള്ളക്കടത്തിന് ആക്കം കൂട്ടിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി 2022 മുതൽ ഗോതമ്പ്, പഞ്ചസാര, അരി തുടങ്ങിയ പ്രധാന ഭക്ഷണങ്ങൾക്ക് ഇന്ത്യ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 2022 ശേഷം ഇന്ത്യയിൽ സ്വർണ്ണവില 50% വർദ്ധിപ്പിച്ചപ്പോൾ ബംഗ്ലാദേശിൽ ഭക്ഷണവിലകൾ ഇന്ത്യയിലേതിനേക്കാൾ 180% വരെ ഉയർന്നിരുന്നു. ഈ സാഹചര്യം മുതലെടുക്കുന്ന കരിഞ്ചന്തക്കാർ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തുകയും പകരം ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് അനധികൃതമായ മാർഗങ്ങളിലൂടെ സ്വർണം എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. 2024 ജൂലൈയിൽ ഇന്ത്യ സ്വർണ്ണ ഇറക്കുമതി തീരുവ 6% കുറച്ചെങ്കിലും കള്ളക്കടത്ത് ഇപ്പോഴും പഴയപടി തുടരുകയാണെന്നാണ് വിവരം. ഭക്ഷ്യവസ്തുക്കളുടെ വലിയ തോതിലുള്ള വിലവ്യത്യാസം കാരണം ഈ വ്യാപാരം വളരെ വലിയ ലാഭം ഇടപാടുകാർക്ക് നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വർണ്ണക്കടത്തിനായി നൂതനമായ പല മാർഗങ്ങളും കള്ളക്കടത്തുകാർ സ്വീകരിച്ചു വരുന്നുണ്ട്. ബൈക്കിന്റെ എയർ ഫിൽറ്ററിൽ 4.7 കിലോഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഒരാളെ 2023 ഒക്ടോബറിൽ BSF പിടികൂടിയിരുന്നു. സ്വർണം അതിർത്തി കടത്താനുള്ള ഉത്തരവാദിത്തം പലപ്പോഴും ഏറ്റെടുക്കുന്നത് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപാടുകാരാണ്. അതിർത്തി കടന്നെത്തുന്ന സ്വർണം ഇന്ത്യയിലെ ഇടപാടുകാർക്ക് വിറ്റുപോകുന്നു. 2023 186 മെട്രിക് ടൺ സ്വർണമാണ് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്തിയത്. ഈ സ്വർണത്തിന്റെ 1/3 ബംഗ്ലാദേശിൽ നിന്നാണ്. ഭക്ഷ്യവസ്തുക്കൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തുന്നതും പകരം സ്വർണം അനധികൃതമായി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും 2 തരത്തിലുള്ള നഷ്ടം രാജ്യത്തിനുണ്ടാക്കുന്നു. നികുതി വിഹിതമായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിലേക്ക് എത്താതെ കള്ളക്കടത്തുകാരുടെ കയ്യിലേക്ക് പോകുന്നത്. ബംഗ്ലാദേശിലെ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ഇടപാടുകൾ വലിയ തോതിൽ തന്നെ തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പല ഭക്ഷ്യവസ്തുക്കൾക്കും ഇന്ത്യയിലേതിനേക്കാൾ ഇരട്ടി വിലയാണ് ബംഗ്ലാദേശിൽ. ഉദാഹരണത്തിന് ഇന്ത്യയുടെ പഞ്ചസാര കയറ്റുമതി നിരോധനം ബംഗ്ലാദേശിൽ പഞ്ചസാരയുടെ വിലയിൽ കുത്തനെ വർധനവിന് കാരണമായി. മറ്റു പല ഉൽപ്പന്നങ്ങളിലും ഈ മാറ്റം പ്രകടമാണ്. ഒരു വശത്ത് കയറ്റുമതി നിയന്ത്രണങ്ങളിലൂടെ വിലക്കയറ്റം തടയാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ മറുവശത്തത് വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾക്ക് കാരണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.